സംസ്ഥാനത്തെ പകുതിയിലേറെ വില്ലേജുകളിലും കുറുക്കന്റെ സാന്നിധ്യമെന്ന് പഠന റിപ്പോർട്ട്. 874 വില്ലേജുകളിൽ 5000 കുറുക്കന്മാരുടെ സാന്നിധ്യം ചിത്രങ്ങളും GPS ലൊക്കേഷനുമടക്കം പഠനത്തിൽ സ്ഥിരീകരിച്ചു. 20,000 മുതൽ 30,000 വരെ കുറുക്കന്മാർ കേരളത്തിലുണ്ടെന്നും സംരക്ഷിത വനമേഖലയിൽ ഇവയുടെ സാന്നിധ്യം വിരളമാണെന്നും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ പഠന റിപ്പോർട്ടിലുണ്ട്. നഗരമേഖലകളിൽ പോലും ഇവയുടെ സാന്നിധ്യമുണ്ടെന്നും തെരുവു നായ്ക്കളുമായി ഇണചേരുന്നതിനാൽ ഇവയുടെ ജനിതക ഘടനയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും കണ്ടെത്തി. 2157 പേർ പങ്കെടുത്ത ഓൺലൈൻ സർവേ വഴിയാണ് ഫൗണ്ടേഷൻ കുറുക്കന്മാരുടെ സാന്നിധ്യവും എണ്ണവും സംബന്ധിച്ച പഠനം സാധ്യമാക്കിയത്. ഡോക്ടർ PS ഈസ, S ധ്രുവരാജ്, ഡോക്ടർ സന്ദീപ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. അതായത് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അതേപോലെ തന്നെ പത്രദ്വാരയുമൊക്കെ നമ്മൾ കൊടുത്തിട്ട് നാട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം, അവരുടെ അറിവ് നമ്മൾ ശേഖരിച്ച് അത് വിശകലനം ചെയ്ത് ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നത് എവിടെയൊക്കെയാണ് കാണുന്നത്, അവിടെ കാണുന്ന ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് വിശകലനം ചെയ്യുകയായിരുന്നു ചെയ്തത്. രാസ കീടനാശിനികളുടെ ഉപയോഗം മൂലം വയനാട്ടിൽ പലയിടത്തും കുറുക്കന്മാർ അപ്രത്യക്ഷമായി എന്നും കണ്ടെത്തലുണ്ട്. ആലപ്പുഴയുടെ തീരമേഖല, അട്ടപ്പാടി തുടങ്ങിയ ഇടങ്ങളിൽ ഇവ കാണപ്പെടുന്നില്ല. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും ഭക്ഷണം കണ്ടെത്തുന്ന പ്രവണത വ്യാപകമാണ്. കുറുക്കന്മാർ ജൈവമാലിന്യം കഴിച്ച് ജീവിക്കുന്നത് മറ്റെന്തെങ്കിലും പ്രത്യാഘാതം സൃഷ്ടിക്കുമോ എന്നതിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. മീഡിയ 1 തൃശൂർ.